ഞാൻ ഐഷ ഹിബ ഫ്രം മൈൻഡ്സ് മെൻറ്ററിങ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോണത് ചില പുരുഷന്മാർ സ്ത്രീകളിൽ നിന്നും വളരെയധികം റെസ്പെക്റ്റിന് വേണ്ടി കഷ്ടപ്പെടുന്ന സമയത്തും റെസ്പെക്റ്റ് കിട്ടാതെ പോവുകയും അതേ സമയത്ത് ചില പുരുഷന്മാർ ഒന്നും ചെയ്യാതെ തന്നെ അനായാസം റെസ്പെക്റ്റ് വാങ്ങിയെടുക്കുകയും ചെയ്യുന്നുണ്ട്. എന്ത് കാരണം കൊണ്ട് ആയിരിക്കാം ഇത് എന്ന്, നിങ്ങളുടെ കാരണം കൊണ്ടാണ് നിങ്ങൾക്ക് റെസ്പെക്റ്റ് കിട്ടാതെ പോകുന്നത് എങ്കിൽ അതെങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. നിങ്ങൾ കാരണം തന്നെയാണ് നിങ്ങൾക്ക് റെസ്പെക്റ്റ് കിട്ടാതെ പോകുന്നത് എന്നാണ് ഞാൻ പറയുന്നത്. കാരണം നിങ്ങളുടെ ക്യാരക്ടറിൽ 3 കാര്യങ്ങൾ മാറ്റിയാൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ പാർട്ട്ണറുടെ റെസ്പെക്റ്റ് പെട്ടെന്ന് തന്നെ കൈവരിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഫസ്റ്റ് വൺ, നോട്ട് ബീയിങ് എ യെസ് മാൻ. നിങ്ങളൊരു യെസ് മാൻ ആണെങ്കിൽ നിങ്ങൾ നിർത്തേണ്ടത് ആദ്യം അതാണ്. എല്ലാത്തിനോടും യെസ് പറയുന്ന ഒരാളാണെങ്കിൽ നിങ്ങളത് അവോയ്ഡ് ചെയ്യേണ്ട സമയമായിരിക്കും. എപ്പോഴും എല്ലാത്തിനോടും യെസ് പറയാം. നിങ്ങളുടെ പാർട്ട്ണർ ഹാപ്പി ആവില്ലേ എന്ന് കരുതിയിട്ട് പാർട്ട്ണർ ഹാപ്പിനെസ്സിന് വേണ്ടി മാത്രം നിങ്ങൾ യെസ് പറയുക. ചിലപ്പോൾ നിങ്ങൾക്ക് തീരെ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊക്കെ ആയിരിക്കും, എന്നാലും അവൾ ഹാപ്പി ആവൂലേ എന്ന് കരുതിയിട്ട് യെസ് പറയാം. അല്ലെ പാർട്ട്ണർ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഹാപ്പിനെസ് മാറ്റി വെക്കുക. പാർട്ട്ണർക്ക് സന്തോഷം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടേതായ കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് പാർട്ട്ണറിനോട് എപ്പോഴും യെസ് പറയുക എന്നുള്ള കാര്യമാണ്. തുടക്കത്തിൽ നിങ്ങളുടെ പാർട്ട്ണർക്ക് ഇത് ഭയങ്കര സന്തോഷം ഉണ്ടാക്കിയേക്കാം. എന്നുവെച്ചാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറിനോട് യെസ് പറയുന്നത് തന്നെ പാർട്ട്ണർ ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു റിലേഷൻ എന്ന് പറഞ്ഞാൽ കോംപ്രമൈസ് ഇല്ലാത്തതല്ലല്ലോ അല്ലേ? അതേപോലെയാണ് നിങ്ങൾ കരുതുന്നത്. തുടക്കത്തിൽ നിങ്ങളുടെ പാർട്ട്ണർക്ക് ഇത് നല്ലപോലെ ഹാപ്പി ആക്കിയേക്കാം. എൻ്റെ പാർട്ട്ണർ അല്ലെ എൻ്റെ പുരുഷൻ എനിക്ക് വേണ്ടിയിട്ടല്ലേ അവൻ്റെ ആഗ്രഹങ്ങളും പോലും മാറ്റി വെച്ചിട്ട് എല്ലാത്തിനോട് സമ്മതിക്കുന്നത്, എൻ്റെ ഹാപ്പിനെസ് അവന് വലുതായിട്ടല്ലേ എന്ന് തുടക്കത്തിലൊക്കെ നിങ്ങളുടെ സ്ത്രീക്ക് തോന്നിയേക്കാം. പക്ഷേ കുറച്ച് സമയം കഴിയുന്നതോടുകൂടി അല്ലെങ്കിൽ നിങ്ങൾ കരുതുന്നതിൽക്കും പെട്ടെന്ന് തന്നെ ഇത് മായുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. നിങ്ങളുടെ ഒപ്പീനിയന് അവിടെ ഒരു വിലയില്ലാണ്ടാവുകയാണ്. എല്ലാത്തിനോടും നിങ്ങൾ യെസ് പറയാണ്, നിങ്ങളുടെ ഒപ്പീനിയൻ നിങ്ങൾ പറയുന്നില്ല. അപ്പം നിങ്ങളുടെ പാർട്ട്ണറുടെ കണ്ണിൽ എന്താണ്? നിങ്ങൾക്കൊരു ഒപ്പീനിയൻ ഇല്ലാത്ത ഒരാളാണ്, നിങ്ങൾക്കൊരു ഇൻഡിവിജ്വാലിറ്റി ഇല്ലാത്ത ഒരാളാണ്, നിങ്ങളുടേതായ ഒരു അഭിപ്രായവും ഇല്ലാത്ത ഒരാൾ എന്ന നിലക്ക് നിങ്ങളുടെ പാർട്ട്ണർ തന്നെ നിങ്ങളെ ചിത്രീകരിക്കുകയാണ്. അല്ലെങ്കിൽ നിങ്ങൾ അറിയാതെ പറയുകയാണ്, എനിക്ക് ഒരു ഒപ്പീനിയൻ ഇല്ല, എനിക്ക് എൻ്റേതായ വാല്യൂ ഇല്ല എന്നുള്ള തരത്തിൽ ആണ് നിങ്ങൾ എല്ലാത്തിനോടും യെസ് പറയുന്ന സമയത്ത് നിങ്ങളുടെ പാർട്ട്ണർക്ക് അല്ലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സ്ത്രീക്ക് ഇത് കിട്ടുക. നിങ്ങളുടെ കെയറിൻ്റെ പുറത്ത് പറയുന്നതാകും ഈ യെസ് എന്നുള്ളത്, അല്ലെ എല്ലാത്തിനോടുമുള്ള ഈ ഒരു സമ്മതമുള്ള അത് നിങ്ങളുടെ കെയറിൻ്റെ പുറത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ ഹാപ്പി ആവുന്നതിന് വേണ്ടിയിട്ട് പറയുന്നതാവാം. പക്ഷേ ഇത് കുറേ കൂടുന്നതിനനുസരിച്ച് നിങ്ങളുടെ പാർട്ട്ണർക്ക് അത്ര ഹാപ്പിനെസ് കിട്ടണമെന്നില്ല. ഓൾറെഡി നിങ്ങൾ ചെയ്യുന്നതിലോടുകൂടി നിങ്ങളുടെ ഹാപ്പിനെസ് അവിടെ നഷ്ടമാവുന്നുണ്ട്. അതിലേറെ നിങ്ങളെ പാർട്ട്ണറുടെ ഹാപ്പിനെസ് കുറച്ച് കഴിയും തോറും മാറിക്കൊണ്ടിരിക്കും, അത് കുറഞ്ഞുകൊണ്ട് വരുന്നത് കാണാൻ പറ്റും. എന്താന്ന് വെച്ചാൽ സ്വന്തമായ ഒരു ഒപ്പീനിയൻ ഇല്ലാത്ത പുരുഷന് ഒരു സ്ത്രീയും ഇഷ്ടപ്പെടുകയില്ല, ഒരു അട്രാക്ഷനും തോന്നുകയില്ല. സ്ത്രീകൾക്ക് ഒപ്പീനിയൻസ് ഇല്ല, ഇൻഡിവിജ്വാലിറ്റീസ് ഉള്ള പുരുഷന്മാരോട് മാത്രമേ അട്രാക്ഷൻസ് തോന്നുള്ളൂ. ഒരിക്കലും ഒരു ഒപ്പീനിയൻ ഇല്ലാത്ത ഒരാളെ കണ്ടിട്ട് എനിക്ക് അവനെ ഇഷ്ടപ്പെട്ടു, അവന് ഒപ്പീനിയൻ ഇല്ലല്ലോ എന്നൊരു സ്ത്രീയും പറയാൻ പോകുന്നില്ല. നിങ്ങൾ ഒപ്പീനിയൻ വെളിപ്പെടുത്തുന്ന സമയത്തെ ഗേൾസിന് അല്ലെ സ്ത്രീകൾക്ക് അവൻ അവൻ്റേതായ ഒരു ഇൻഡിവിജ്വാലിറ്റി ഉണ്ട്, അവൻ്റേതായ ഒരു ഒപ്പീനിയൻ ഉണ്ട് എന്നുള്ള നിലക്ക് ആ ഒരു അട്രാക്ഷനും ആ ഒരു റെസ്പെക്റ്റ് ഉള്ളിൽ നിന്ന് തന്നെ വരുന്നത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. നമ്മുടെ ചുറ്റുമുള്ള പല പുരുഷന്മാരിലും നമ്മളിത് കാണുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കാം ഇത് എന്ന് നോക്കിയാൽ നമുക്കറിയാൻ പറ്റുന്നത് നമ്മുടെ സമൂഹമാണ് ഈ പുരുഷന്മാരിലേക്ക് ഇത് കുത്തിവെക്കുന്നത് എന്നുള്ളതാണ്. നമ്മുടെ സമൂഹത്തിൽ പുരുഷന്മാരോട് പറഞ്ഞു വെക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ അൾട്ടിമേറ്റ് ലക്ഷ്യം നിങ്ങളുടെ പാർട്ട്ണറെ ഹാപ്പി ആക്കലാണ്, അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന സ്ത്രീയെ ഹാപ്പി ആക്കി വെച്ചാൽ മാത്രമേ, അല്ലെ അവൾ പറയുന്നതിനോടൊക്കെ സമ്മതം മൂളിയാൽ മാത്രമേ നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളുടെ കൂടെ നിൽക്കൂ എന്നുള്ളൊരു തരത്തിൽ ആണ് നമ്മുടെ സമൂഹത്തിലെ പുതുതലമുറയോടും അല്ലെ ബോയ്സിനോട് പറഞ്ഞു വെക്കുന്നത്. അങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിൻ്റെ ഈ ഒരു കാഴ്ചപ്പാട് ആദ്യം മാറേണ്ടിയിരിക്കുന്നു. ഏതായാലും നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നത് നിങ്ങളുടേത് മാത്രമാണ്. നിങ്ങൾക്ക് റെസ്പെക്റ്റ് കിട്ടണം, അല്ലെ നിങ്ങളൊരു മാറ്റം വരുത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ മാറ്റേണ്ടത് ഈ ഒരു ക്യാരക്ടർ തന്നെയാണ്. എപ്പോഴും യെസ് പറയുന്ന ഒരു യെസ് മാൻ എന്നുള്ളത് മാറുക എന്നുള്ളതാണ്. അതിനുവേണ്ടി എന്ത് ചെയ്യാൻ പറ്റും, അല്ലെ യെസ് മാനിൽ നിന്ന് ഒരു അട്രാക്റ്റീവ് അല്ലെ റെസ്പെക്റ്റ്ഫുൾ ആയിട്ടുള്ള മാനായിട്ട് എങ്ങനെ മാറാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് തിങ്, സ്റ്റാർട്ട് സെയിങ് നോ.
നിങ്ങൾ നോ പറഞ്ഞ് തുടങ്ങുക എന്നുള്ളതാണ്. നോ പറയുക. എന്താണ് നിങ്ങൾക്ക് താല്പര്യമില്ലാത്തത് അതിനോട് നോ തന്നെ പറയുക. നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ഇഷ്ടമില്ല എന്ന് തന്നെ പറയാം. പക്ഷെ റെസ്പെക്റ്റ്ഫുള്ളി അല്ലെ പൊളൈറ്റ്ലി, ഒരു സമാധാനത്തോടു കൂടി എനിക്കത് ഇഷ്ടമല്ല, എന്തുകൊണ്ടാണ് ഇത് ഇഷ്ടമല്ലാത്തത് എന്ന് പറയുക. നിങ്ങൾക്ക് താല്പര്യമില്ല എന്നാൽ എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ഒരു സമാധാനത്തിൽ നിങ്ങളുടെ പാർട്ട്ണർക്ക് മനസ്സിലാകുന്ന വിധത്തിൽ പറയാം. ഒരിക്കലും ഹാർഡായിട്ട് അല്ലെങ്കിൽ ഭയങ്കര റഫായിട്ട് നോ പറയാന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഭയങ്കര പൊളൈറ്റ്ലി എനിക്കത് താല്പര്യമില്ല കേട്ടോ എന്ന് പറയാം. അവിടെ നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്ന് നിങ്ങളെ പാർട്ട്ണർക്കും മനസ്സിലാവും. അതിലേറെ ഓക്കെ, റഫായിട്ടല്ലല്ലോ പറയുന്നത്, അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ പാർട്ട്ണർക്ക് പറ്റും. അത് ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് നോ പറഞ്ഞ് തുടങ്ങുക എന്നുള്ളതാണ്. നിങ്ങളുടെ ലൈഫിൽ റെസ്പെക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമുക്കിത് കാണാം. ഇപ്പോൾ നിങ്ങളൊന്ന് കരുതുക, നിങ്ങളിപ്പം പുറത്ത് പോകാൻ നിൽക്കുകയാണ്, അല്ലെ പുറത്ത് പോയിരിക്കുകയാണ്. അപ്പം നിങ്ങളുടെ പാർട്ട്ണർ വിളിച്ചിട്ട് പറയാണ്, നീ എൻ്റെ ഫ്രണ്ടൊക്കെ ഇപ്പം ഭയങ്കര കാര്യമാണ്, എനിക്കിപ്പം നിന്നെ കിട്ടണം എന്നുള്ള രീതിക്ക് പറയാണ്. നിങ്ങൾക്ക് അതിലേറെ അർജൻറ്റ് ആയിട്ടുള്ള ഒരു മീറ്റിങ്ങിലും കാര്യങ്ങളിലൊക്കെയാണ് നിങ്ങൾ പൊതുവേ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അവൾ അത്രക്ക് അർജൻറ്റ് അല്ലെ, എന്നെ അത്ര മിസ് ചെയ്തിട്ടല്ലേ അവൾ വിളിക്കുന്നത് എന്നുള്ള രീതിക്കായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുക ഇപ്പോൾ. പക്ഷെ നിങ്ങൾ മാറേണ്ടിയിരിക്കുന്നു. നിങ്ങൾക്ക് അവളോട് പറയാം, എനിക്ക് ഇത്ര അർജൻറ്റ് ഉള്ളൊരു മീറ്റിങ്ങിലാണ് ഞാനിപ്പോൾ ഉള്ളത്, അത് കഴിഞ്ഞിട്ട് ഞാൻ വരാം, അല്ലാതെ ഞാൻ ഇപ്പോഴേ വരാം എന്നുള്ള രീതിക്ക് സംസാരിക്കാതെ ഇത് അർജൻറ്റാണ്, ഇത് കഴിഞ്ഞിട്ട് ഞാൻ അത്ര പെട്ടെന്ന് എത്താൻ പറ്റുമോ അത്ര വേഗം എത്താം എന്നുള്ള രീതിയിൽ സംസാരിച്ച് കഴിഞ്ഞാൽ ഓക്കെ, അർജൻറ്റ് ആയാൽ പോലും അത് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്തേക്ക് വരുമല്ലോ എന്നുള്ള രീതിയിൽ നിങ്ങളുടെ പാർട്ട്ണർക്ക് ചിന്തിക്കാൻ സാധിക്കും. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഇത് കണ്ടുകൊണ്ട് നിങ്ങൾ യെസ് മാനിൽ നിന്നും നോ പറയാൻ പഠിക്കുന്ന ഒരാളായിട്ട് മാറുക. സെക്കൻഡ് തിങ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് നിങ്ങളുടെ ഒപ്പീനിയൻസ് പറയുക എന്നുള്ളതാണ്. നിങ്ങൾ ഒപ്പീനിയൻസിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുന്നതിലൂടെ നിങ്ങളുടെ കാഴ്ചപ്പാട് നിങ്ങളുടെ പാർട്ട്ണർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഒരു കാര്യം ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ല എന്ന് പറയുന്നതും, അതുപോലെ ഒരു കാര്യം നിങ്ങളെ പാർട്ട്ണർ പറയാണ് ഇത് ചെയ്താലോ, അല്ലെ ഇത് ഞാൻ ചെയ്യട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഇത് ചെയ്യണ്ട, ഇതല്ലാതെ മറ്റെന്തെങ്കിലും ചെയ്താലോ എന്ന് ചോദിക്കുന്നത് നിങ്ങളുടെ ഒപ്പീനിയൻ, നിങ്ങളുടെ ഇൻഡിവിജ്വാലിറ്റി, നിങ്ങളുടെ ചിന്താഗതികൾ പാർട്ട്ണർക്ക് മനസ്സിലാക്കാൻ സാധിച്ചേക്കാം. ഇതിൽ കുറച്ചുകൂടി നല്ലൊരു റിലേഷനെ നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. നല്ല റെസ്പെക്റ്റ്ഫുൾ ആയിട്ട് നമ്മുടെ പാർട്ട്ണറിന് പെരുമാറാനും പറ്റും. ഇപ്പം നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കുക, നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളോട് ഇപ്പോൾ ഒരു മൂവിക്ക് പോയിരിക്കുക എന്ന് വിചാരിക്കും. അപ്പം മൂവിക്ക് പോകുന്ന സമയത്ത് നിങ്ങളുടെ പാർട്ട്ണർക്ക് ഇപ്പം ഹൊറർ മൂവീസാണ് താല്പര്യം, പക്ഷെ നിങ്ങൾക്ക് അതിനോട് അത്ര അങ്ങ് താല്പര്യമില്ല. അപ്പം നിങ്ങൾക്ക് പറയാം, പണ്ടായിരുന്നെങ്കിൽ അല്ലെ നിങ്ങളൊരു യെസ്മാൻ ആയിരുന്ന സമയത്താണ് നിങ്ങൾ പൊതുവെ പറയാം ഓക്കെ നമുക്ക് ഹൊറർ മൂവിക്ക് പോകാം, അതല്ലേ അവരുടെ ഹാപ്പിനെസ്, അതാണല്ലോ പറയുക. പക്ഷെ അതല്ല പറയേണ്ടത്. നിങ്ങൾക്ക് പറയാം എനിക്ക് ഹൊറർ മൂവിയോട് താല്പര്യമില്ല, അതുകൊണ്ട് നമുക്ക് നമ്മുടെ രണ്ടുപേർക്ക് കൂടി കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു മൂവിക്ക് പോയാലോ എന്നുള്ള രീതിക്ക് സംസാരിക്കുക. ഇതിലൂടെ നിങ്ങളുടെ പാർട്ട്ണർക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾക്ക് ഒപ്പീനിയൻസ് വരാൻ തുടങ്ങിയിട്ടുണ്ട്, നിങ്ങളൊരു ഇൻഡിവിജ്വാലിറ്റി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട്, നിങ്ങൾ മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട്, കുറച്ചുകൂടി റെസ്പെക്റ്റ് തോന്നാൻ വേണ്ടിയിട്ട് തുടങ്ങും. നിങ്ങളെ പാർട്ട്ണർ നിങ്ങളോട് കുറച്ചുകൂടി റെസ്പെക്റ്റ് വരാൻ വേണ്ടിയിട്ട് തുടങ്ങുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങളുടെ മാറ്റങ്ങളിലൂടെ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ പാർട്ട്ണറിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുന്നൊരു ആഗ്രഹിച്ചൊരു സാധനങ്ങൾ കിട്ടുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. പിന്നെ മൂന്നാമത്തെ കാര്യം, നിങ്ങൾ നിങ്ങളുടേതായ ബൗണ്ടറീസ് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ നിങ്ങളുടേതായ ലൈഫിന് കുറച്ച് സമയങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ടാവുമല്ലോ, അത് നിങ്ങളുടെ പാർട്ട്ണർ വന്നു എന്നുള്ളത് കൊണ്ട് ഒരിക്കലും അത് മാറരുത്. നിങ്ങളിപ്പം ഫ്രണ്ട്സിന് വേണ്ടി മാറ്റി വെച്ച സമയമുണ്ടെങ്കിൽ അത് ഫ്രണ്ട്സിൻ്റെ കൂടെ തന്നെ പോവുക, അല്ലാതെ എപ്പോഴും പാർട്ട്ണറെ കൂടെ തന്നെ നിൽക്കുക എന്ന് നിർബന്ധമില്ല. നിങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ച സമയം എപ്പോഴും നിങ്ങൾക്ക് വേണ്ടി തന്നെ മാറ്റി വെക്കുക. ഫ്രണ്ട്സിൻ്റെ കൂടെ പോകാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ തന്നെ പോവുക. അത് പ്ലാൻഡ് ആണെങ്കിൽ അതൊരു റിലേഷൻഷിപ്പിലും നിങ്ങളുടേതായ ബൗണ്ടറീസ് നിങ്ങൾ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് മൂന്നാമത്തെ പോയിന്റ്. രണ്ടാമത് നിങ്ങൾ ചെയ്യുന്നൊരു തെറ്റ് എന്ന് പറയുന്നത് എപ്പോഴും സോറി പറയുക എന്നുള്ളതാണ്. അത് നമുക്ക് തന്നെ നമ്മുടെ സമൂഹത്തിലേക്ക് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മളെ ചുറ്റുമുള്ള എത്രത്തോളം ആളുകൾ ഇതുപോലെ സോറി പറയുന്നുണ്ട്. എന്തിന്? നിങ്ങൾ തന്നെ പറയുന്നുണ്ടാവും എല്ലാത്തിനും സോറി. ആരെങ്കിലും നമ്മളെ തട്ടി വീഴാൻ പോയാൽ നമ്മളതിന് സോറി പറയില്ലേ? എന്തെങ്കിലും ഒന്ന് നമ്മളെ കയ്യിൽ നിന്ന് വീണു പോയാൽ നമ്മുടേതാണെങ്കിൽ പോലും നമ്മൾ എന്തെന്നില്ലാതെ അറിയാതെ നമ്മൾ സോറി പറയുന്ന ആൾക്കാരാണ്. എന്തുകൊണ്ടാണ് ഇത് എന്ന് ചിന്തിച്ച് നോക്കിയാൽ നമ്മുടെ സമൂഹം നമ്മളോട്, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാട് നമ്മളോട് പറഞ്ഞു വെച്ചിരിക്കുന്നത് സോറി പറയുന്നത് ഒരു നല്ല കാര്യമാണ്, നല്ലൊരു ക്യാരക്ടറിൻ്റെ ഭാഗമാണ് എന്നാണ്. ഞാനൊരിക്കലും അത് തെറ്റാണെന്നല്ല പറയുന്നത്, നല്ല കാര്യം തന്നെയാണ്. പക്ഷേ സോറി കൂടുന്ന സമയത്ത് നമ്മുടെ ഒരു വില അവിടെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
നമ്മൾ റിലേഷൻഷിപ്പിലേക്ക് നോക്കുന്ന സമയത്ത് നിങ്ങൾ എല്ലാത്തിനും സോറി പറയുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർക്ക് എന്ത് വിഷമം വന്നാലും നിങ്ങൾ സോറി പറയുന്ന ഒരാളായിരിക്കാം. ചിലപ്പം നിങ്ങളതിൽ ഇൻവോൾവ് ആയിട്ട് പോലും ഉണ്ടാകില്ല. നിങ്ങളുടെ പാർട്ട്ണർക്ക് ഒരു ആശ്വാസം നൽകുമല്ലോ. ഞാൻ സോറി പറഞ്ഞാൽ പാർട്ട്ണർക്ക് എന്തോ ആശ്വാസം ലഭിക്കുമെന്ന് കരുതിയിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, സോറി പറയുന്നത്. പക്ഷെ നിങ്ങളത് മാറ്റേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട്. കാരണം നിങ്ങൾ ഇൻവോൾവ് അല്ലാത്ത പ്രശ്നത്തിന് നിങ്ങൾ സോറി പറയുന്നതിലൂടെ നിങ്ങൾ നിങ്ങളുടെ വാല്യൂ ആണ് അവിടെ ഇല്ലാതാക്കുന്നത്. നിങ്ങൾക്കെന്തോ ഫൈറ്റ്സ് അവോയ്ഡ് ചെയ്യാണ്, നിങ്ങൾക്ക് തല്ലുണ്ടാക്കുന്നതൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ സോറി പറയുന്നത് എന്നുള്ള രീതിക്ക് നിങ്ങളുടെ പാർട്ട്ണർക്ക് ലഭിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തുടക്കത്തിലൊക്കെ എല്ലാം നല്ല രസമായിട്ട് നിങ്ങളുടെ പാർട്ട്ണറും തോന്നിയേക്കാം. പക്ഷേ കാലം കഴിയുന്തോറും കുറച്ച് നല്ല നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും പെട്ടെന്ന് തന്നെ നമ്മുടെ പാർട്ട്ണർക്ക് ഇതൊരു നെഗറ്റീവ് സൈഡായിട്ട്, നിങ്ങളുടെ ഒരു നെഗറ്റീവ് സൈഡായിട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങും. കാരണം കുറേ സോറി പറയുന്നതിലൂടെ നമ്മൾ നമ്മുടെ തന്നെ വിലയാണ് അവിടെ താഴ്ത്തിക്കെട്ടുന്നത്. നമുക്ക് ചുറ്റുപാടും നോക്കിയാൽ അറിയാം, ചില റിലേഷനിൽ പാർട്ട്ണർ ഒന്ന് ടയേർഡായിട്ട് വർക്കെന്ന് വന്നാൽ പോലും എന്തെന്നില്ലാതെ അറിയാതെ സോറി നീ ടയേർഡാണ് എന്തെങ്കിലും പറഞ്ഞ സമയത്ത് ആവാം, എന്തിനാണ് സോറി പറയേണ്ട ആവശ്യം, ഒരിക്കലും നിങ്ങൾ കാരണമല്ല അവർ ടയേർഡായിട്ടുള്ളതെന്നുള്ള ബോധം നിങ്ങൾക്ക് ഉണ്ടാവേണ്ട സമയമാണ്. അപ്പം നിങ്ങൾ ഇൻവോൾവ് അല്ലാത്ത കാര്യങ്ങൾക്ക് സോറി പറയുന്ന ഒരാളാണെങ്കിൽ അത് എത്രയും പെട്ടെന്ന് കുറയ്ക്കുക എന്നുള്ളതാണ്. നിങ്ങൾ സോറി പറയുന്ന ഒരാളാണെങ്കിൽ അത് മാറ്റിയിട്ട് നമ്മളുടെ ലക്ഷ്യം പോലെ ഒരു റെസ്പെക്റ്റ് നേടിയിരിക്കുന്ന ഒരാളായിട്ട് എങ്ങനെ മാറാമെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് സോറി പറയാൻ നിർത്തിയിട്ട് നിങ്ങൾ അതിന് പകരം ആശ്വസിപ്പിക്കുക, അല്ലെങ്കിൽ ഒരു അഫർമേഷൻ കൊടുക്കുക. നിങ്ങളുടെ പാർട്ട്ണർക്ക് ഞാൻ കൂടെ ഉണ്ട്, നിന്റെ കൂടെ എന്നുള്ള ആ ഒരു ഉറപ്പ് നൽകുക. അല്ലെങ്കിൽ സാരമില്ല, ശരിയാവും എന്നുള്ള വാക്കുകളും സെൻറ്റൻസൊക്കെ യൂസ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ വർക്കുകളിലൂടെ, നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളിലൂടെ നിങ്ങൾക്ക് സോറി പറയാതെ തന്നെ നിങ്ങളുടെ പാർട്ട്ണറെ ആശ്വസിപ്പിക്കാൻ കഴിയുമെന്നുള്ളതാണ്. അത് നിങ്ങൾ പരിശീലിക്കുക എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങളുടെ പാർട്ട്ണർ ഇപ്പം വർക്കിന്ന് വല്ലാതെ ക്ഷീണിച്ച് വരിക എന്ന് കരുതുക. അപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരിക്കലും സോറി പറയലല്ല, അതിലേറെ നിങ്ങളുടെ പാർട്ട്ണർക്ക് സന്തോഷം നൽകുന്ന കാര്യമായിരിക്കും. നീ ക്ഷീണിച്ചിട്ടുണ്ടോ, ഇന്ന് ഉണ്ടായതിനെക്കുറിച്ച് സംസാരിക്കാൻ നിനക്ക് താല്പര്യമുണ്ടോ, നമുക്ക് സംസാരിച്ചാലോ എന്നുള്ള രീതിയിൽ പാർട്ട്ണറെ പിടിച്ചിരുത്തിയിട്ട് സംസാരിക്കുക എന്നുള്ള കാര്യമാണ്. അത് പാർട്ട്ണർക്ക് അത്രമേ സന്തോഷം ഉണ്ടാക്കും. ഒരിക്കലും സോറിക്ക് ഈ ഒരു സന്തോഷം നൽകാൻ വേണ്ടിയിട്ട് പറ്റില്ല എന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കുക. രണ്ടാമത്, നിങ്ങൾ എന്ത് സോറി പറയാൻ പോകുന്ന സമയത്തും ഒന്ന് ചിന്തിക്കുക, ഞാൻ ഈ സോറി പറയേണ്ട ആവശ്യമുണ്ടോ, ഞാനിതിൽ ഇൻവോൾവ് ആണോ എന്നുള്ള കാര്യങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. ഇൻവോൾവ് ആണെങ്കിൽ മാത്രം സോറി പറയുക എന്നുള്ളതാണ്. നിങ്ങൾ ഇൻവോൾവ് അല്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾ സോറി പറയേണ്ട ഒരാവശ്യവും അവിടെ ഇല്ല എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയുക. അതിന് പകരം നേരത്തെ പറഞ്ഞതുപോലെ ഒരു അഫർമേഷൻ കൊടുക്കുക എന്നുള്ളതാണ്. ഇനി ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ട നിങ്ങളുടെ ക്യാരക്ടറിൽ മൂന്നാമത്തെ കാര്യമാണ്. നിങ്ങൾ നിങ്ങളുടെ ലൈഫ് നിങ്ങളുടെ പാർട്ട്ണറിന് വേണ്ടി മാറ്റി വെക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലെ ഹാപ്പിനെസ് മൊത്തം നിങ്ങളുടെ പാർട്ട്ണർ വന്നതുകൊണ്ട് മാറ്റി വെക്കുക, ജീവിതം തന്നെ മാറ്റുക എന്നുള്ളതാണ്. ഒരിക്കലും നിങ്ങളത് ചെയ്യാൻ പാടില്ല. നമ്മൾ ഒന്ന് നോക്കിയാൽ അറിയാം, പല റിലേഷനിലും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഒരു പാർട്ട്ണർ ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ട് സ്വന്തം ഹാപ്പിനെസ് അതിന് മുന്നേ നമുക്ക് ഉണ്ടായിരുന്ന പല ഹോബീസും അല്ലെങ്കിൽ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ വല്ലാതെ മാറ്റി നിർത്തുക, എപ്പോഴും പാർട്ട്ണറുടെ കൂടെ തന്നെ സമയം സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. ഒരിക്കലും നിങ്ങളത് ചെയ്യാൻ പാടില്ല. നിങ്ങളും നിങ്ങളുടെ പാർട്ട്ണറും രണ്ട് വ്യക്തികളാണ്. രണ്ടുപേർക്ക് രണ്ട് ലൈഫുണ്ട്. അത് രണ്ടാളും ഒന്നിക്കുന്നതിന് മുമ്പുള്ള ലൈഫും ശേഷമുള്ള ലൈഫും മാറാൻ വേണ്ടിയിട്ട് പാടില്ല. നിങ്ങൾക്ക് കുറേ ഹോബീസ് ഉണ്ടാവും നിങ്ങളുടെ പാർട്ട്ണർ വരുന്നതിന് മുന്നേ. പക്ഷെ പാർട്ട്ണർ വന്നു എന്നുള്ളൊരു പേരിൽ നിങ്ങൾക്ക് ഹാപ്പിനെസ് കൂടുക എന്നല്ലാണ്ട് ഒരിക്കലും നിങ്ങളുടെ ഹോബീസോ നിങ്ങളുടെ ലൈഫോ നിങ്ങൾ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. നിങ്ങളുടേതായ ലക്ഷ്യങ്ങളുണ്ടാവും നിങ്ങളുടെ ലൈഫിൽ. പാർട്ട്ണർ വന്നതിൻ്റെ പേരിൽ മാറ്റി വയ്ക്കുന്ന പലരും ഉണ്ടാവും, എൻ്റെ പാർട്ട്ണർക്ക് വേണ്ടിയിട്ടല്ലേ എന്നുള്ള രീതിയിൽ. നിങ്ങൾ ഒരിക്കലും അത് ചെയ്യരുത്. നിങ്ങൾക്കൊരു ഡ്രീം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഹോബീസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സായിട്ട് ഹാങ് ഔട്ട് ചെയ്യാൻ വളരെയധികം ഇഷ്ടമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് കണ്ടിന്യൂ ചെയ്യാന്നുള്ളതാണ്. ഇപ്പം നിങ്ങളൊരു ഡേ അല്ലെങ്കിൽ ഒരു വീക്കിലൊരു ഡേ ഫ്രണ്ട്സിന് വേണ്ടി മാറ്റി വെച്ചതാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യുക. ഒരിക്കലും എൻ്റെ പാർട്ട്ണർ വന്നു അതുകൊണ്ട് ഞാൻ ഫ്രണ്ട്സിനെ അവോയ്ഡ് ചെയ്യാണ്, അല്ലെങ്കിൽ എനിക്കിനി ഫ്രണ്ട്സിൻ്റെ ആവശ്യമില്ല എന്നുള്ള രീതിയിൽ മാറാതിരിക്കുക. നിങ്ങൾ പാർട്ട്ണറോട് പൊതുവെ നമ്മുടെ റിലേഷനിൽ കാണുന്നൊരു കാര്യം തന്നെയാണ്. നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറോട് പറയാണ്, എനിക്ക് നീ ഇല്ലാതെ പറ്റില്ല, അല്ലെ നീ തന്നെയാണ് എൻ്റെ ജീവിതം എന്നുള്ള രീതിയിൽ സംസാരിക്കുക. വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു സംഭവമാണല്ലേ ഈ ഒരു വാക്യം. പക്ഷേ അതിലുപരി ഇതിന് വേറൊരു സത്യമുണ്ട്.
തുടക്കത്തിൽ ഇതിൽ പറയുന്ന സമയത്ത് ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടൊക്കെ തോന്നിയേക്കാം. പക്ഷെ കുറച്ച് കഴിയുന്ന സമയത്ത് ഈ റൊമാൻറ്റിക് അല്ല ലൈഫിൽ കാണാൻ പോണത്. കുറച്ച് കഴിയുമ്പം ഗേളിന് ഭയങ്കര ടയേർഡ് ഫീല് വരികയാണ്. എപ്പോഴും എൻ്റെ പാർട്ണർ എൻ്റെ കൂടെ തന്നെ നിൽക്കുക എന്ന് പറയുമ്പോൾ ആ ഗേളിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഗോളില്ലാത്തൊരു പുരുഷനോട് വലിയൊരു അട്രാക്ഷനൊന്നും തോന്നില്ല എന്നുള്ളതാണ്. എപ്പോഴും നമുക്കൊരാളോട് അട്രാക്ട് ചെയ്യണമെങ്കിൽ പൊതുവേ ഒരു ഗേൾസിന് ബോയ്സിനോട് അട്രാക്ഷൻ തോന്നുക വളരെ അംബീഷ്യസ് ആയിട്ടുള്ള ആൾക്കാരെ കാണുമ്പോൾ ഭയങ്കര റെസ്പെക്റ്റും അട്രാക്ഷനൊക്കെ തോന്നും. അംബീഷ്യസ് ആയിട്ടുള്ള അല്ലെ അവരുടേതായ ലൈഫ് ഹാപ്പി ആയിട്ട് കൊണ്ടുപോകുന്ന അവരുടേതായ രീതിക്ക് ലൈഫ് കൊണ്ടുപോകുന്ന ബോയ്സിനോട് ഗേൾസിന് ഭയങ്കര അട്രാക്ഷൻ തോന്നും, അല്ലെങ്കിൽ റെസ്പെക്റ്റ് ഒക്കെ തോന്നും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും നമ്മുടെ സമൂഹത്തിൽ തൊഴിലില്ലാത്ത ആളുകളോടാണ്, അതോ ഒരു തൊഴിലിന് വേണ്ടിയിട്ട് വല്ലാതെ കഷ്ടപ്പെട്ട് അല്ലെങ്കിൽ ഡ്രീമിന് വേണ്ടിയിട്ട് വല്ലാതെ കഷ്ടപ്പെട്ട് അത് അച്ചീവ് ചെയ്യുന്ന ആളുകളോടാണ് പൊതുവേ ഗേൾസിന് അട്രാക്ഷൻ തോന്നാറുള്ളത്. ഓഫ് കോഴ്സ് അത് ഡ്രീമിന് വേണ്ടിയിട്ട് അച്ചീവ് ചെയ്യുന്ന ഒരാളോട് തന്നെയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരിക്കലും നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ പാർട്ണർ വന്നതിൻ്റെ പേരിൽ മാറ്റുന്നത് കൊണ്ട് ഒരിക്കലും നിങ്ങൾക്ക് അവിടെ അട്രാക്ഷനോ അതോ റെസ്പെക്റ്റോ അല്ല കിട്ടുന്നത്. നിങ്ങൾക്ക് മറിച്ച് നിങ്ങൾക്ക് റെസ്പെക്റ്റ് ഇല്ലാതാവുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. നിങ്ങൾ ആഗ്രഹിച്ച റെസ്പെക്റ്റ് അവിടെ നഷ്ടപ്പെടുക എന്നുള്ളതാണ്. അപ്പം നമുക്ക് ഈ റെസ്പെക്റ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഒരിക്കലും റെസ്പെക്റ്റ് ചോദിച്ച് വാങ്ങേണ്ട ഒരു സാധനമല്ല. നമ്മുടെ വർക്കിലൂടെ അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തിയിലൂടെ നമ്മുടെ പാർട്ട്ണർക്ക് റെസ്പെക്റ്റ് തരാൻ തോന്നേണ്ടതാണ്. അങ്ങനെയാണ് റെസ്പെക്റ്റ് കിട്ടേണ്ടത്. ഒരിക്കലും ചോദിച്ച് വാങ്ങേണ്ട സാധനമല്ല റെസ്പെക്റ്റ് എന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ ലൈഫ് എത്രത്തോളം സന്തോഷകരമായി കൊണ്ടുപോകുന്നു അതിനനുസരിച്ചുണ്ടാവും നിങ്ങളുടെ പാർട്ട്ണർക്ക് നിങ്ങളോടുള്ള റെസ്പെക്റ്റും. ഞാൻ ഫസ്റ്റ് പറഞ്ഞതുപോലെ നിങ്ങൾ നോ പറയാൻ പഠിക്കുന്നതിലൂടെയും ഒപ്പീനിയൻസ് കൺവേ ചെയ്യാൻ പഠിക്കുന്നതിലൂടെയും നിങ്ങളുടേതായ ബൗണ്ടറി കീപ്പ് ചെയ്യുന്നതിലൂടെയും ഒക്കെ നിങ്ങളുടെ പാർട്ട്ണറിന് മനസ്സിലാക്കാൻ പറ്റും എൻ്റെ പാർട്ട്ണർ അല്ലെ എൻ്റെ പുരുഷൻ ഭയങ്കര ഇൻഡിവിജ്വാലിറ്റി ഉള്ള ഒരാളാണ്, ഒപ്പീനിയൻസ് ഉണ്ട്, ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ ഉള്ള ഒരു പുരുഷനോട് എപ്പോഴും സ്ത്രീകൾക്ക് ഭയങ്കര അട്രാക്ഷൻ തോന്നുന്നത് നമുക്ക് തന്നെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഒരിക്കലും ഒപ്പീനിയൻസ് ഇല്ലാത്തതോ അല്ലെ ഇൻഡിവിജ്വാലിറ്റി ഇല്ലാത്തതോ ആയ പുരുഷന്മാരോടല്ല സ്ത്രീകൾക്ക് അട്രാക്ഷൻ തോന്നുക അല്ലെ റെസ്പെക്റ്റ് തോന്നുക എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. എപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മാറ്റങ്ങൾ കൊണ്ടുവരിക. ഈ വെറും 3 കാര്യങ്ങൾ നിങ്ങൾ മാറ്റിയാൽ തന്നെ നിങ്ങളുടെ ലൈഫിൽ കുറേ മാറ്റങ്ങൾ വരുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇതുപോലുള്ള റിലേഷൻഷിപ്പ് കണ്ടന്റിനോ അതോ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ കഷ്ടപ്പെടുന്നുണ്ടെങ്കിലോ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്? ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായി എന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള മറ്റ് കണ്ടന്റുകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.